ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 137ാമത് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു നിർദ്ദേശങ്ങളാണ് ഭക്തന്മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഗുരു മന്ത്രദ്രഷ്ടാവാണ്. മുൻപ് പല പല മന്ത്രങ്ങളും പല മഹർഷിമാരും കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മൾ പലരും ജപിക്കാറുണ്ട്, അത് നമ്മൾ യജ്ഞത്തിന് ഉപയോഗിക്കാറുണ്ട്. എല്ലാം ശരിയാണ്. പരമഗുരു നമ്മൾക്ക് എല്ലാത്തിൻ്റെയും സാരമായി ഒരു മന്ത്രം നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ഹോമമന്ത്രം. അത് എഴുതുവാനുള്ള സാഹചര്യങ്ങളും മറ്റുമൊക്കെ രണ്ട് സന്ദർഭങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യരാശിക്ക് വേണ്ടി, അതായത് ഭൗതികമായിട്ടുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഭൗതികമായിട്ടുള്ള ഐശ്വര്യം നമ്മൾ അനുഭവിക്കുന്നതോടൊപ്പം അത് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു അവസാനമല്ല എന്നുള്ള തിരിച്ചറിവിൽ ഈ മനുഷ്യജന്മം എന്തുകൊണ്ടാണ് ഇത്രയും ദുഃഖമയമായി മുന്നോട്ട് പോകുന്നത്, അതിനൊരു അറുതി വരുത്തേണ്ട ആവശ്യമില്ലേ? ഇതിനെ മുൻകൂട്ടി കരുതിക്കൊണ്ട് ഗുരു ആധ്യാത്മികമായിട്ടുള്ള ഉന്നമനത്തിനു കൂടി ഈ മന്ത്രത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മറ്റ് ദേവതാ സ്തുതികൾ അല്ലെങ്കിൽ യജ്ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ഒരു പ്രത്യേക ദേവതാ സങ്കല്പത്തിലും ഒരു പ്രത്യേക ദേവതാ ലോകത്ത് പോകുവാനും അതേപോലെ തന്നെ ഐശ്വര്യവും അഭിവൃദ്ധിയും നേടുവാനും സ്വർഗകാമോ യജേത, സ്വർഗം ഇച്ഛിക്കുന്നവൻ യജ്ഞം ചെയ്യണം എന്നുള്ള സങ്കല്പത്തിൽ ചെയ്യുന്ന യജ്ഞങ്ങളൊക്കെ അതിന് പരിമിതികളുണ്ട്. പക്ഷേ ഇവിടെ ഗുരു അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അഗ്നിയെ ഇവിടെ ഗുരു സൂചിപ്പിക്കുന്നത് അഗ്നി പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാണ്. അഗ്നേ തവ യത് തേജഃ തദ് ബ്രാഹ്മം. അപ്പം നിൻ്റെ ഏതൊരു തേജസ്സാണോ ഉള്ളത് അത് ബ്രഹ്മമാണ്, ബ്രഹ്മസംബന്ധിയാണ്. അപ്പോൾ ഇവിടെ വെളിച്ചമാണ്, പ്രകാശമാണ്. അജ്ഞാനം എപ്പോഴും ഇരുട്ടാണ്. അപ്പോൾ ഗുരു നമ്മളെ അജ്ഞാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗുരു എന്ത് ചെയ്യുന്നു? ഈ അഗ്നിയെ പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമായിട്ട്, അറിവായിട്ട് കാണുകയാണ്. ഈ അഗ്നിയിലേക്ക് സാധാരണഗതിയിൽ എള്ള്, തേങ്ങ, നെയ്യ്, ഈ 3 സമിത്തുകളാണ് അല്ലെങ്കിൽ നവധാന്യങ്ങൾ, ഇതാണ് ഹോമിക്കുന്നത്. അപ്പോൾ ചിലർ പറയാറുണ്ട്, ഗുരു സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ആവശ്യമില്ലാതെ നെയ്യും തേങ്ങയും ഒന്നും അഗ്നിയിലേക്ക് ഹോമിച്ച് അത് വേസ്റ്റ് ആക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗുരു അത് സൂചിപ്പിക്കാൻ കാരണം ആവശ്യമില്ലാത്ത ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഉടലെടുത്ത ചില ക്രിയകൾ അതിനു വേണ്ടി ചെലവഴിക്കേണ്ടെന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും ലളിതമായി പറയുന്നത് ഈ മന്ത്രം 9 പ്രാവശ്യം നമ്മൾ ജപിക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം ജപിക്കുമ്പോഴും അതിനകത്ത് സമിതോ ജുഹോമി എന്ന് പറയുമ്പോൾ സമിത്ത്, ഈ എള്ള് അഥവാ നവധാന്യങ്ങൾ നമുക്ക് ഹോമിക്കാം. അഹം ഇതി ആജ്യം ജുഹോമി എന്ന് പറയുമ്പോൾ നെയ്യ് ഹോമിക്കാം. അപ്പോൾ അവിടെ അഹങ്കാരമാണ് നമ്മളവിടെ ഹോമിക്കുന്നത്. ത്വം നഃ പ്രസീദ പ്രസീദ, അവിടെ നമ്മൾ തേങ്ങ. ഇങ്ങനെ 3 ഓരോ കാര്യങ്ങളുടെ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നമ്മൾ സങ്കല്പിച്ച് ഹോമിക്കുമ്പോൾ നമ്മൾ എന്ത് സങ്കല്പത്തിലാണോ ഹോമിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഫലം കിട്ടുമെന്നുള്ളതാണ്. ഇനി ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അത് മന്ത്രം ജപിച്ചാൽ മതി. ആത്യന്തികമായി നോക്കുമ്പോൾ ജ്ഞാനാഗ്നിയിലേക്കാണ് ഇതെല്ലാം ഈ സമിത്തുകളെല്ലാം ഹോമിക്കുന്നത്.
അവിടെ നമ്മുടെ വാസനകൾ ജന്മജന്മാന്തരങ്ങളായി നമ്മളെ ഈ ജന്മത്തിന് കാരണമായി, ഈ ജീവന് ജന്മത്തിന് കാരണമായി വരുന്ന വാസനകളുണ്ട്. അത് അറിവില്ലായ്മയിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതിനെയാണ് ഈ ജ്ഞാനത്തിലേക്ക്, ഈ അഗ്നിയിലേക്ക് ഹോമിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത് എന്താണ്? ആത്യന്തികമായിട്ടുള്ള മുക്തി അല്ലെങ്കിൽ സാക്ഷാത്കാരം. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ അവനവനെക്കുറിച്ചുള്ള തിരിച്ചറിവ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ആ ചൈതന്യത്തെ തന്നെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കണ്ട് അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് തിരിച്ചറിഞ്ഞ് മനുഷ്യജന്മം കൃതകൃത്യമാക്കുക എന്നുള്ളതാണ് ഗുരു ഉദ്ദേശിക്കുന്നത്. അറിവിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യവും അതുതന്നെയാണ്. ദൗർഭാഗ്യവശാൽ ആ രീതിയിലേക്ക് ആധ്യാത്മികമായി സൂക്ഷ്മമായിട്ടുള്ള നമ്മുടെ മനസ്സും ബുദ്ധിയും ഉണരാത്തത് കൊണ്ട് ഇപ്പോഴും സങ്കുചിതമായിട്ടുള്ള തലങ്ങളിൽ കിടന്ന് നമ്മൾ പരസ്പരം കലഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കലഹം നമുക്കെപ്പോഴും ദോഷകരമായിട്ട് ഭവിക്കും. അപ്പോൾ ആ കലഹത്തെ മാറ്റിയെടുക്കുവാൻ നമ്മുടെ ഈ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളെ പിന്തുടരുന്ന ആ വാസനകളെ, പ്രത്യേകിച്ച് കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യാദികളെ നമ്മൾ ഈ ജ്ഞാനാഗ്നിയിലേക്ക് ഹോമിക്കുകയും ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾക്ക് നമ്മുടെ മനസ്സും ഹൃദയവും ശുദ്ധമായി തീരുകയും ചെയ്യണം. അതിന് ഈ ഹോമമന്ത്ര യജ്ഞം സഹായകമാകട്ടെ. നമ്മൾ ദിവസവും 10 ദിവസം അതിരാവിലെ ഇത് ഇവിടെ നമ്മൾ ജപിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാനായിട്ട് അവസരവുമുണ്ട്. ഏവർക്കും നമസ്കാരം.